ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസിറ്റി മാനുവൽ 2026 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. ഈ വീഡിയോ നമ്മൾ ദ പേഴ്സൺ സേസിറ്റി മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ടോപ്പിക്ക് ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കണമെന്നുള്ള പ്രത്യേകത ഉണ്ട്. നമ്മുടെ സാധാരണ വീഡിയോസിലൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എന്നുവെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ പോളിറ്റി എന്നുള്ള ഈ ടോപ്പിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതും. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലാസ് എടുത്തേക്കുന്നത് ജോഗ്രഫിയിൽ, ഇന്ത്യൻ ജോഗ്രഫിയിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളെ ഏറ്റവും അവസാനം വീഡിയോ എടുത്ത് അവസാനിപ്പിച്ചേക്കുന്നത്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി സൈലൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട് യൂട്യൂബിൽ. ആ വീഡിയോയും വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബുക്കിൻ്റെ സിലബസ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നേരിട്ടൊന്നും പറഞ്ഞ് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പറയാൻ ടൈമില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ദയവേത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ദയവേത് ഓർക്കണം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പോളിറ്റി നോക്കാം. ഇന്ത്യൻ പോളിറ്റി 1. Indian Constitution, the constitutional framework, the structure of the Indian Constitution, Union of India, its states and UTS, Indian citizenship, fundamental rights, fundamental duties of a citizen of India, directive principles, list of important constitutional amendments. 2. Indian government and administration, the union government, the president and the vice president, the prime minister and the council of ministers, the parliament, the judiciary, the state government, the state legislature, local governments, important constitutional statutory authorities, key functionaries, the political processes, official language, provisions relating to special classes, special position of Jammu and Kashmir in the Indian Union, center state relationships, amendment to the constitution, order of precedence, multiple choice questions. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് ഇന്ത്യൻ പോളിറ്റിയിൽ. ചാപ്റ്റർ 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ. ഇപ്പോൾ CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ. ചാപ്റ്റർ 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ചാപ്റ്റർ 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇൻ ദ ലോങ് ആൻഡ് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, 15 August 1947 holds immense importance. On this day, the 2 centuries old British rule of India ended and political authority was transferred to the representatives of the Indian people. In the long and eventful history of India, 15 August 1947 holds immense importance. On this day, the 2 centuries old British rule of India ended and political authority was transferred to the representatives of the Indian people. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ദ ഹിസ്റ്റോറിക്കൽ റിവ്യൂ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്. ദ ഹിസ്റ്റോറിക്കൽ റിവ്യൂ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്. Constitution of a country lays down the basic structure of the political system under which its people are to be governed through the concept of democracy, representative institutions and rule of law, etc. were not aligned to India as the Rigveda and the Atharvaveda mentions the Sabha, General Assembly and Smriti, the House of Elders. Yet we can claim that the conventional political institutions established by the Hindus in the ancient times and later by the Muslims in medieval era do not survive in any form in present day. However, we can trace the history of evaluation of Indian Constitution from 1601, when East India Company, which had come to India as traders, received its
First charter of 1601 by the Queen of England. As per the charter of 1601, the company was given the power to make, ordain, and constitute such and so many reasonable laws, constitutions, orders, and ordinances for the good governance of the company. The legislative powers of the company were very limited in its scope and character. Later, similar legislative powers were thus designed and affirmed by the Charters of 1609, 1661, and later by the Charter of 1693, which enabled the company to regulate its business and to maintain discipline among its servants. The Charter of 1726 had a great significance as the mayor's courts were established for the first time in India at the three presidencies, Calcutta, Bombay, and Madras, to introduce English laws in India. But still, the British were not the ruling power in India, and it was only in the later half of 7th century, the period of gradual disintegration of Mughal power, that the British administration of civil justice involved after the company was awarded the Diwani of Bengal, Bihar, and Orissa. This led to misadministration of Indian affairs by the company officials, who amassed great wealth and left for England, leaving East, East India Company over verge of bankruptcy. This led to misadministration of Indian affairs by the company officials, who assumed great wealth and left for England, leaving East India Company on verge of bankruptcy. A secret committee was appointed by British Parliament in 1772 that exposed several defects and lacunas in the administration of the company. Consequently, the Parliament passed the Regulating Act of 1773 to regulate the affairs of East India Company. A secret committee was appointed by British Parliament in 1772 that exposed several defects and lacunas in the administration of the company. Consequently, the Parliament passed the Regulating Act of 1773 to regulate the affairs of East India Company. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നമ്മൾ പറഞ്ഞതിൽ ഒരിക്കൽ കൂടി പറയാണ്. The historical review of constitutional development. Constitution of a country lays down the basic structure of the political system under which its people are to be governed through the concept of democracy, representative institutions, and rule of law, etc. were not aligned to India as the Rigveda and the Atharva Veda mentions the Sabha, General Assembly, and the Smriti, House of Elders. Yet we can claim that the conventional political institutions established by the Hindus in the ancient times and later by the Muslims in medieval era do not survive in any form in present day. However, we can trace the history of evaluation of Indian constitution from 1601 when East India Company, which had come to India as traders, received its first charter of 1601 by the Queen of England. As per the charter of 1601, the company was given the power to make, ordain, and constitute such and so many reasonable laws. The company was given the power to make, ordain, and constitute such and so many reasonable laws, constitutions, orders, and ordinances for the good governance of the company. The legislative powers of the company were very limited in its scope and character. Later, similar legislative powers were thus designed and affirmed by the Charters of 1609, 1601, and later by the Charter of 1693, which enabled the company to regulate its business and to maintain discipline among its servants, which enabled the company
to regulate its business and to maintain discipline among its servants. The Charter of 1726 had a great significance as the Mayor's Codes were established for the first time in India at the three presidencies, Calcutta, Bombay, and Madras, to introduce English laws in India. But still, the British were not the ruling power in India, and it was only in the later half of 7th century, the period of gradual disintegration of Mughal power. The period of gradual disintegration of Mughal power. The period of gradual disintegration of Mughal power. That the British administration of civil justice involved after the company was awarded the Diwani of Bengal, Bihar, and Orissa. The period of gradual disintegration of Mughal power. That the British administration of civil justice involved after the company was awarded the Diwani of Bengal, Bihar, and Orissa. This lead to misadministration of Indian affairs by the company officials who amassed great wealth and left for England, leaving East India Company on verge of bankruptcy. A secret committee was appointed by British Parliament in 1772 that exposed several defects and lacunas in the administration of the company. Consequently, the Parliament passed the Regulating Act of 1773 to regulate the affairs of East India Company. A secret committee was appointed by British Parliament in 1772 that exposed several defects and lacunas in the administration of the company. Consequently, the Parliament passed the Regulating Act of 1773 to regulate the affairs of East India Company. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ദ ഹിസ്റ്റോറിക്കൽ റിവ്യൂ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ്. ഒരിക്കൽ കൂടി പറയണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കണം. യൂട്യൂബ് ആയതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തെറ്റുകൾ വരാറുണ്ട് ചില വാക്കുകളൊക്കെ പറയുമ്പോൾ. എത്ര നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും വീണ്ടും തെറ്റുകളിലേക്ക് തന്നെ പോകുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് പറയണമെന്നുള്ളൂ. ദയവേതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടോപ്പിക് നമുക്ക് പറയാനുള്ളത് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, സെക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, സെക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. പിന്നെ സൈഡിൽ ടോപ്പിക് ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രക്ചറൽ സോഴ്സസ് എന്ന് പറഞ്ഞ സൈഡിൽ. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ളത് ബാലൻസ് ഭാഗം അടുത്ത പേജിലായിട്ടാണ് വരുന്നത്, അടുത്ത ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൈഡിലുള്ള ടോപ്പിക് നമ്മൾ പറയും, അതിന് ശേഷം ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പറയും, ലാസ്റ്റ് സെക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പറയും. അല്ല, അതിനേക്കാൾ കംഫർട്ടബിൾ സെക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പം എന്തായാലും നോക്കാം. ഈ ബുക്ക് പ്രത്യേക രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ പറയേണ്ടി വരുന്നത്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോകണം ദയവായിട്ട്. നമുക്ക് എന്തായാലും സൈഡിലുള്ള ടോപ്പിക് നോക്കാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രക്ചറൽ സോഴ്സസ്. അത്യാവശ്യം ഉണ്ട് കണ്ടന്റ്. നമുക്ക് ഫോൺ ഈ രീതി സെറ്റ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ, കാരണം ഇത് സൈഡിലുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഫോണൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം വാച്ച് ചെയ്യുമ്പോൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രക്ചറൽ സോഴ്സസ്. Historical and geographical factors have been responsible for the creation of the Indian Constitution, which is the largest constitution in the world. The sources of the Constitution can be best explained with the reference
Union state relations find a similarity in the Act of 1935 and also in the Canadian Constitution. Through the expanded concurrent list in the 7th schedule has a model in the Australian Constitution. Part 13, dealing with the trade, commerce and intercourse, also appears to derive inspiration from the Australian Constitution. The Constitution provides for the privileges of the members of Parliament and the state legislature, follows the Australian model to some extent. The Constitution provides for the privileges of the members of Parliament and the state legislature follows the Australian model to some extent. നമ്മുടെ മൈക്ക് ഓഫ് ആയി പോയിരുന്നു, സൗണ്ട് ഇല്ലെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രക്ചറൽ സോഴ്സസ്. Indian Constitution's structural sources. Indian Constitution's structural sources. Historical and geographical factors have been responsible for the creation of the Indian Constitution. Historical and geographical factors have been responsible for the creation of the Indian Constitution, which is the largest constitution in the world. The sources of the Constitution can be best explained with the reference to its principal parts. The structural part of the Constitution is to a large extent derived from the Government of India Act 1935. The philosophical part of the Constitution has other sources. Part 3 on fundamental rights partly derives its inspiration from the Bill of Rights enshrined in the American Constitution, and Part 4 on the directive principles of state policy is based upon the Irish Constitution. The principal parts, the principle of cabinet government and the relation between the executive and the legislature, have been largely drawn from the British experience. Union state relations find a similarity in the Act of 1935 and also in the Canadian Constitution. Through the expanded concurrent list in the 7th schedule has a model in the Australian Constitution. Part 13, dealing with the trade, commerce and intercourse, also appears to derive inspiration from the Australian Constitution. The Constitution provides for the privileges of the members of Parliament and the state legislature follows the Australian model to some extent. The Constitution provides for the privileges of the members of Parliament and the state legislature follows the Australian model to some extent. നമ്മൾ ക്ലാസ് എടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രക്ചറൽ സോഴ്സസ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് പറയാനുള്ളത്. നോക്കാം. ദ Constituent Assembly. The Constituent Assembly. The task of framing the Constitution of India was given to the Constituent Assembly formed under the Cabinet Mission Plan 1946, even before the complete transfer of power that was effected by the Indian Independence Act of 1947. It is composed of members chosen by the members of the Provisional Legislative Assemblies through the indirect election according to the scheme recommended by the Cabinet Mission. The arrangement was 1. 292 members were elected through the Provisional Legislative Assemblies. 293 members representing the Indian princely states and 4 members representing the Chief Commissioners provinces. The total membership of the assembly thus was to be 389. However, as a result of the partition of India under the Mountbatten Plan of 3 June 1947, a separate Constituent Assembly was set up for Pakistan and representatives of some provinces ceased to be members of the assembly. As a result, the membership of the assembly was reduced to 299. The inaugural meeting of the Constituent Assembly was held on 9 December 1946. Dr. Sachidanand
was the first chairman of the Constituent Assembly. On 11 December 1946, Dr. Rajendra Prasad was elected President of the Constituent Assembly. The Constituent Assembly had 385 members, 292 from British Indian provinces and 93 members as representatives of the Indian states. At the beginning, this assembly was not a sovereign body but was subject to the final authority. At the beginning, this assembly was not a sovereign body but was subject to the final authority of the British Parliament. It was the Indian Independence Act of 1947 that triggered a complete change in its character, as it was converted into a sovereign body that later resembled on 14 August 1947 to assume power on behalf of the government of India. Thus, the three phases of the Constituent Assembly can be described as one first phase as a Constituent Assembly under the limitations of Cabinet Mission Plan from December 1946 to 14 August 1947 to second phase as Constituent Assembly, a sovereign body and provisional parliament from 15 August 1947 to 26 January 1949 and third phase as a provisional parliament from 27 November. Thus, the three phases of the Constituent Assembly can be described as one first phase as a Constituent Assembly under the limitations of Cabinet Mission Plan from December 1946 to 14 August 1947 to second phase as Constituent Assembly, a sovereign body and provisional parliament from 15 August 1947 to 26 January 1949 and third phase as a provisional parliament from 27 November 1949 to March 1952. നമുക്ക് ഒരിക്കൽ കൂടി പറയാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. The Constituent Assembly. The Constituent Assembly. The task of framing the Constitution of India was given to the Constituent Assembly. The task of framing the Constitution of India was given to the Constituent Assembly, formed under the Cabinet Mission Plan 1946, even before the complete transfer of power that was effected by the task of framing the Constitution of India was given to the Constituent Assembly, formed under the Cabinet Mission Plan 1946, even before the complete transfer of power that was effected by the Indian Independence Act of 1947. It composed of members chosen by the members of the provisional legislative assemblies through indirect election according to the scheme recommended by the Cabinet Mission. The arrangement was 1. 292 members were elected through the provisional legislative assemblies, 293 members representing the Indian princely states and 293 members representing the Indian princely states and 4 members representing the Chief Commissioners provinces. 4 members representing the Chief Commissioners provinces. The total membership of the assembly thus was to be 389. However, as a result of the partition of India under the Mountbatten Plan of 3 June 1947, a separate Constituent Assembly was set up for Pakistan and representatives of some provinces ceased to members of the assembly. As a result, the membership of the assembly was reduced to 299. The inaugural meeting of the Constituent Assembly was held on 9 December 1946. Dr. Sachidanand was first chairman of the Constituent Assembly. Dr. Sachidanand was the first chairman of the Constituent Assembly.
On 11 December 1946, Dr. Rajendra Prasad was elected President of the Constituent Assembly. The Constituent Assembly had 385 members, 292 from British Indian provinces and 93 members as representatives of the Indian states. At the beginning, this assembly was not a sovereign body but was subject to the fine authority of the British Parliament. It was the Indian Independence Act 1947 that triggered a complete change in its character, as it was converted into a sovereign body that later resembled on 14 August 1947 to assume power on behalf of the Government of India. Thus, the three phases of the Constituent Assembly can be described as: 1. First phase, as a Constituent Assembly under the limitations of Cabinet Mission Plan from December 1946 to 14 August 1947. 2. Second phase, a Constituent Assembly, a sovereign body and provisional parliament from 15 August 1947 to 26 January 1949, and 3. Third phase, as a provisional parliament from 27 November 1949 to March 1952. Thus, the three phases of the Constituent Assembly can be described as: 1. First phase, as a Constituent Assembly under the limitations of Cabinet Mission Plan from December 1946 to 14 August 1947. Second phase, as a Constituent Assembly, a sovereign body and provisional parliament from 15 August 1947 to 26 January 1949, and 3. Third phase, as a provisional parliament from 27 November 1949 to March 1952. ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ക്ലാസ് എടുത്തത് എന്താ പറയുക, ഈ ഞാൻ പറഞ്ഞിരുന്നു ഈ മൈക്ക് ഓൾഡ് മൈക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക 3 വർഷത്തെ ഏകദേശം പഴക്കമുണ്ട് ഈ മൈക്കിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയൊക്കെ ടൈം ലഭിക്കുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ആദ്യമായിട്ടാണ്, കുറേ നാളായിട്ട് ഈ മൈക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾക്ക് ശേഷമാണ് ഈ മൈക്ക് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് ടൈം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മൈക്ക് ഓഫായി പോയിട്ടുണ്ട് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പറഞ്ഞ ടൈമിൽ. കുറേ ഭാഗങ്ങളിലൊക്കെ സൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം, അത് പ്രത്യേകം പറയാണ്. വെരി സോറി. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് നമ്മൾ പറഞ്ഞത്. മൈക്ക് ഓഫായി പോകുന്നത് അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാത്ത ഒരവസ്ഥയൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇപ്പോൾ മഴയുണ്ട് അത്യാവശ്യം, അപ്പം അതിൻ്റെ സൗണ്ടും ഉണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറയാനുള്ള ഒരു ടോപ്പിക്കും കൂടി നമ്മൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് ഞാൻ മൈക്ക് അഡ്ജസ്റ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഓഫ് ആവാൻ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓൺ ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എങ്കിലും നമ്മളിത് ഈ വീഡിയോ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച്. കറക്റ്റ് 1 മണിക്കൂറേ നമുക്ക് കിട്ടുള്ളൂ ഈ മൈക്ക് വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മൈക്ക് ഓൾഡ് ആണെങ്കിലും നമുക്ക് താല്പര്യമുള്ളൊരു മൈക്ക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് വെച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഡ്രോബാക്സ് ഒക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് സെക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, നോക്കാം. നല്ല മഴയുണ്ട്. മഴയുടെ സൗണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കറക്റ്റായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക. നമ്മൾ ഈ ഒരു ടോപ്പിക് കൂടി പറയണം, സെക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. സെക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഫസ്റ്റ് സെക്ഷൻ 9/23 December 1946. സെക്കൻഡ് സെക്ഷൻ 2025 Second section 2025 January 1947. Third section 28 April to May 1947.
Fourth section 1431 July 1947. Fifth section 1430 August 1947. Sixth section 27 January 1948. Seventh section 4 November 1948, 8 January 1949. Eighth section 16 May 6 June 1949. Ninth section 30 July 18 September 1949. 10th section 17 October 1949. 11th section 1426 November 1949. The assembly met once again on 24 January 1950 when the members appended their signatures to the Constitution of India. The assembly met once again on 24 January 1950 when the members appended their signatures to the Constitution of India. The assembly met once again on 24 January 1950 when the members appended their signatures to the Constitution of India. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. സെക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. Sections of the Constituent Assembly. First section 9/23 December 1946. First section 9/23 December 1946. Second section 2025 January 1947. Third section 28 April to May 1947. Fourth section 1431 July 1947. Fifth section 1430 August 1947. Sixth section 27 January 1948. Seventh section 4 November 1948, 8 January 1949. Eighth session 16 May 6 June 1949. Ninth section 13 July 18 September 1949. 10th section 6/17 October 1949. 11th section 14/26 November 1949. The assembly met once again on 24 January 1950 when the members appended their signatures to the Constitution of India. The assembly met once again on 24 January 1950 when the members appended their signatures to the Constitution. The assembly met once again on 24 January 1950 when the members appended their signatures to the Constitution of India. സെക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. പിന്നെ മൈക്ക് ഓഫായി പോയിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ, ദയവേത് ക്ഷമിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറഞ്ഞെന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോറി, മൈക്ക് വീണ്ടും ഓഫായി പോയി. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഈ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഈ വീഡിയോയിലും നമ്മൾ അതേ രീതി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ, ദയവായിട്ട് ഓർക്കുക. പിന്നെ നമ്മൾ വീഡിയോ രാത്രിന് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ
ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.